ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഈ സാധനമാണ് ഇത്. മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം ഒന്ന് കറി വെക്കാൻ റെഡിയാക്കിയതായിരുന്നു. പക്ഷേ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ 3-4 ദിവസം ഫ്രീസറിലിരുന്നു. അപ്പോൾ അതങ്ങ് കേടായിപ്പോയി. ഞാൻ വെറുതെ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് കോഴിക്ക് കൊടുത്തു നോക്കി. വലിയ കോഴി കഴിക്കുന്നില്ലായിരുന്നു, പക്ഷേ ചെറിയ കോഴി കഴിച്ചു. അപ്പോൾ ചെറിയ കോഴി കഴിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം വലിയ കോഴിക്കും കൂടെ കഴിക്കണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇതുകൊണ്ട് ഒരു നേട്ടം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ കോഴിനെയും വലിയ കോഴിനെയും കൂടെ ഒരുമിച്ച് വളർത്തി കഴിഞ്ഞാൽ ഈ വലിയ കോഴി കഴിക്കാത്ത അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞുള്ള വേസ്റ്റായിട്ടുള്ള അരിയോ ഗോതമ്പോ ഒക്കെ ആയിട്ടുള്ള പൊടികൾ അത് കുഞ്ഞു കോഴികൾ ആവേശത്തോടെ കഴിക്കും. തന്നെയുമല്ല, അത് കൊത്തി കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ പാത്രത്തിലൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കോഴികൾക്ക് അത് കഴിക്കാൻ ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവരത് കഴിക്കും. അപ്പോൾ നമുക്ക് ഫുഡിനെ അങ്ങനെ കറക്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൂട്ടർക്ക് വേണ്ടി എടുത്താൽ മതി. എടുത്തു കഴിയുമ്പോൾ അത് 2 പേർക്കും കൂടെ ഉള്ള ആവുകയും ചെയ്യും. അപ്പം വലിയ കോഴി കഴിച്ചിട്ട് മിച്ചമിടുന്ന സാധനങ്ങളെല്ലാം കുഞ്ഞു കോഴികൾ കഴിച്ച് തീർത്തുള്ളൂ. അപ്പം ഫുഡിൻ്റെ കൺസപ്ഷൻ അങ്ങനെ ഈക്വലൈസ് ചെയ്ത് പൊക്കോളും. അപ്പം അതും നമ്മുടെ രാവിലത്തെ കോഴിത്തീറ്റയിലെ ഒരു ടെക്നിക്കാണ്. ഇപ്പം നമ്മുടെ 23 കോഴികൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് നമ്മുടെ പുള്ളിക്കോഴിയും കറുത്ത കോഴിയും കാപ്പിരിക്കോഴിയും ഇട്ട മുട്ടയാണ്. ഏകദേശം 20 ദിവസത്തോളമായി ഇപ്പം മുട്ടയിടാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്കൊരു 10-20-25ഓളം മുട്ട കിട്ടിയിട്ടുണ്ട്. 4 ഇപ്പോൾ ഇടുന്നുണ്ട്. ഒരു ദിവസം 4 മുട്ട വീതം കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല ഫുഡുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടോ, ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ കാബേജ് കുറേ അരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് കാബേജുണ്ട്, കൂട്ടത്തിൽ ഗോതമ്പ് 4 ഗ്ലാസ് ഗോതമ്പ് പൊടിച്ച് എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പഴം ഉണ്ടോ. ഈ പഴത്തിൻ്റെ ഇന്നലെ എനിക്ക് പഴം ഇഷ്ടമാണ്, അതുകൊണ്ട് വീട്ടിലെപ്പോഴും പഴം കാണും. അപ്പോൾ ഇതിനകത്ത് 3-4 പഴം ഞാൻ ഇന്നലെ കഴിച്ചായിരുന്നു. ആ പഴത്തിൻ്റെ തോല് നമ്മൾ ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ നമ്മൾ സോയാബോള്, മിച്ചം വന്ന സോയാബോളാണ്. അപ്പോൾ അതിന് വലിയ ചിലവൊന്നുമില്ല. സോയാബോളിന് 100 ഗ്രാമിന് കണ്ട് 10-20 രൂപ എങ്ങാണ്ടുണ്ട് കടയിൽ. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് മേടിച്ച് കോഴിക്ക് കൊടുക്കാൻ പറ്റും. നല്ല ആരോഗ്യം കിട്ടും, കോഴിക്ക് നല്ലതാണ്. അപ്പോൾ സോയാബോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇപ്പം ഇനി പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ 3 ദിവസം മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ ചൂട് കാരണം നമ്മൾ അധികം ഒന്നും പകൽ ഫുഡ് അധികം കഴിക്കാറില്ല. അപ്പോൾ ആ ചപ്പാത്തി ഞാൻ എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. 4-5 ചപ്പാത്തി മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രീസറിൽ വെച്ച ചപ്പാത്തി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് നീളത്തിലായിരിക്കും കൊടുക്കുന്നുണ്ടോ. അത് അവർക്ക് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇതും കൂടി ഒന്ന് അരിഞ്ഞതിനകത്ത് ചേർക്കാം. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള സമീകൃത ആഹാരമാണ് നമ്മുടെ കോഴികൾക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ജനുവരി തൊട്ടുള്ള വീഡിയോകൾ ലൈഫ്ടോൺ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ സിമ്പിളായിട്ട് കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കോഴി വളർത്തി മുട്ട ഉൽപ്പാദനവും ആവശ്യത്തിന് ഇറച്ചിയും ഒക്കെ നമുക്ക് കഴിക്കാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു ചെറിയ വ്യവസായ സംരംഭം നമ്മുടെ വീട്ടിൽ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ ഈ ഫുഡ് സപ്ലിമെൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ആ വീഡിയോകളൊക്കെ കണ്ട് ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ആരും തന്നെ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ ആ ഗോതമ്പ് ഇതുപോലെ ചപ്പാത്തി നൈസായിട്ട് ഈ കാബേജ് പോലെ തന്നെ അതും അരിഞ്ഞെടുത്തിട്ട്, അപ്പോൾ നമുക്ക് പലവിധ ഐറ്റംസ് നമ്മുടെ വീട്ടിൽ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഫുഡിനകത്ത് ഇപ്പം പച്ചിലയായിട്ട് ഈ ഒരു കാബേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ മറ്റ് പല ഐറ്റംസാണ് ചേർത്തത്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇടുന്നില്ലായിരുന്നു. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി വേറൊരു ഐറ്റം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വെറുതെ അല്ലേ നമ്മുടെ ചേട്ടൻ
പറഞ്ഞത് ചേട്ടൻ്റെ വീട്ടിലെ കോഴിയായാൽ മതിയായിരുന്നു. ഇത്ര അടിപൊളി ഫുഡല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ചരിയാണ്. അപ്പോൾ പച്ചരിയും കൂടെ ഒരു ഗ്ലാസ്, ഇതാണ് 150 ഗ്രാമുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അളവാണ് എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് 3 നേരത്തേക്ക് ഈ ഫുഡ് ധാരാളമാണ്. പിന്നെ ഒരു ഇത്തിരി നേരം അഴിച്ചു വിടുന്നുണ്ട്. അവരഴിച്ചു വിടുന്ന സമയത്ത് ഒന്ന് മണ്ണിലൊന്ന് കുളിക്കുകയും ചെയ്യുകയും അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പച്ചിലകളും ആഹാരങ്ങളൊക്കെ കഴിച്ച് അവർ വൈകുന്നേരം വരെ നിൽക്കും. അപ്പോൾ വൈകുന്നേരത്തെ ലാസ്റ്റ് ഫുഡോട് കൂടി കൂട്ടിലേക്കും കയറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് പച്ചവെള്ളമോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഞാൻ സാധാരണ മീൻ കഴുകുന്ന വെള്ളം ഞങ്ങളിവിടെ ഫ്രീസറിനകത്ത് വെക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പം മീൻ കഴുകിയ വെള്ളമില്ല. ഇന്നലെ ഇച്ചിരി ചിക്കനാണ് മേടിച്ചത്, അതുകൊണ്ട് ചിക്കൻ കഴുകി വെച്ചില്ല, അത് കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ഫുഡിൻ്റെ. അതിലേക്ക് നമുക്ക് പച്ചവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. സോറി, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. വലുതിന് ചെറുത് കഴിച്ചോളും. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഗ്രോവർ ഫുഡും കൂടെ ചേർക്കാനേ. അപ്പോൾ ഇന്ന് ഒരു 3 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. സാധാരണ 4 ഗ്ലാസ് എടുക്കാറുണ്ട്, ഇന്ന് 3 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഉള്ളത് കൊണ്ടും നല്ല ഹെവി ഫുഡായതുകൊണ്ടും നമ്മളിന്ന് ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു അളവ് ഗ്ലാസ്. ഇതിനാണ് ഓരോ ഐറ്റംസും അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ ചാനലിലെ വീഡിയോകൾ മുഴുവൻ കാണുക. നിങ്ങൾ പകുതിയായിട്ട് കണ്ടിട്ട് അവ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകോട്ട് പോയിട്ട് ആ വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അപ്പം മറുപടി കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഇപ്പം 3 ഗ്ലാസ് ഗ്രോവർ ഫുഡും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നമുക്കൊരു 2 കിലോ അടുത്തുള്ള ഫുഡുണ്ട്. അപ്പോൾ 23 കോഴികൾക്ക് ഈ ഒരു ഫുഡ് ധാരാളമാണ്. ഇത് 2 കിലോ ഉണ്ടെങ്കിലും ഇത് കഴിച്ച് കഴിയുമ്പോൾ അവരുടെ വയറ് നല്ല പക്കയായിട്ട് നിറഞ്ഞിരിക്കും. അപ്പം നല്ല പച്ചവെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ല. അത് ഉച്ച കഴിയുമ്പോൾ മാത്രമേ കുറച്ച് വെള്ളം കൂട്ടി എടുക്കുള്ളൂ. ഇപ്പം ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. എന്നാൽ കൊത്തിച്ചകഞ്ഞ് കളയാനും പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് സമയമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹർത്താലൊക്കെ ആയതുകൊണ്ട് കടയിലൊന്നും പോകണ്ട. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്ലോ ആണ്. ഇന്നലെ ഇച്ചിരി ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ്ങായിരുന്നു എല്ലാവർക്കും. 1 മണിയായി ഇന്നലെ ചിക്കൻ ബിരിയാണിയൊക്കെ ഞങ്ങൾ വെച്ച് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം 9:45. ഇപ്പോൾ 9:45 ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മുടെ നേരെ കോഴിക്കോട്ടിലേക്ക്. നമ്മുടെ പുള്ളിക്കോഴി രാവിലെ മുട്ടയിടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് നമ്മുടെ കാപ്പിരിക്കോഴിയായി. കാപ്പിരിക്കോഴി മുട്ടയിടാൻ നിൽക്കുക. അവിടെ നമ്മുടെ കറമ്പിക്കോഴി നിൽപ്പുണ്ട്. അപ്പോൾ കറമ്പിക്കോഴി മുട്ടയിടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ മുട്ടയിടാനുള്ളവരെയൊക്കെ ഞാൻ രാവിലെ 4 പേരെ അങ്ങ് അയച്ചു വിട്ടിട്ടുണ്ട്. ബാക്കി പൂവന്മാരാണ്. അപ്പോൾ അമ്മമാർ സംരക്ഷണമായിട്ട് ഇവിടെ നിന്നോളും. അപ്പോൾ ഇവർ മുട്ടയിടാൻ വേണ്ടി നോക്കി നിൽക്കുക. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് മുട്ടയിടാൻ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജൈവപ്പന്തലും കോഴിക്കോടും. അപ്പോൾ 23 കോഴികൾ ഇപ്പം നമ്മുടെ കൂട്ടിനകത്തുണ്ട്. ആ കോഴികൾക്കായിട്ട് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന ഓരോ ദിവസത്തെയും ഫുഡുകൾ എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടി ചാനൽ കയറി സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാം റെഡിയായിട്ട് നിൽക്കുക. പകുതി പേര്. അപ്പോൾ അവർക്കായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 23 കോഴികൾ ഇപ്പോൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വലിയ കോഴിയാണ്. ഒരു ചാടി ഇറങ്ങാൻ തുടങ്ങുക. അപ്പോൾ അപ്പുറത്തേനകത്ത് അവിടെ വെച്ചിട്ടുണ്ട്. കാല് പോവും കാലെടുത്ത് അകത്ത് വെക്കുക. ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. അത് 13 എണ്ണം ഉണ്ട്. അപ്പോൾ ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഉടനെ അഴിച്ചു വിടുന്നില്ല. ഇത്തിരി കഴിഞ്ഞിട്ടേ അഴിച്ചു വിടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ളതുകൊണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഞാൻ ചൂട് കുറയ്ക്കാൻ വേണ്ടി കുറേ വേഗങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഒരു ടാർപോളിന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജൈവപ്പന്തൽ മുകളിലുണ്ട്. അത് കവർ ചെയ്ത് കയറി വരുന്നുണ്ട്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് നല്ല കൂളിങ് കിട്ടും. പക്ഷേ ഇപ്പം പറ്റത്തില്ല. അടുത്ത വർഷമാകുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആയി വരും. നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത ഐറ്റംസ് എല്ലാം റെഡിയായി വരും. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. അപ്പം
പ്രിയപ്പെട്ട കൂട്ടുകാർ വീഡിയോകളൊക്കെ കയറി കാണുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കയറി കണ്ട് പകുതി കണ്ടിട്ടൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറയരുത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പം ഫോണിനകത്തൊക്കെ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കയറി തൊടാവുള്ളൂ, കാണാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ചുമ്മാ പകുതി വെച്ച് കണ്ടിട്ട് പാതിയായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയില്ല. അതിനൊന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല എപ്പോഴും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കത്താൻ പോകുന്നു. സ്നേഹത്തോടെ.